സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു കേണല് ഇപ്പൊ ഒരു വലിയ കാട്ട വീട്ടിലേക്ക് വരുന്നതാണ്. അവിടെ സമീർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ശരിക്കും പറഞ്ഞ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരു തമ്പ്രാനാണ്. ഈ കേണൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അധികാരം മോഹിച്ചിട്ടാണ്. സമീറിന്റെ അടുത്ത് ഈ ഒരു കേണൽ കാര്യം പറഞ്ഞതോട് കൂടിയിട്ട് സമീർ അപ്പൊ തന്നെ ഓക്കെ പറയുന്നുണ്ട്, എല്ലാം ശരിയാക്കി തരാം, ഉടൻ തന്നെ നിങ്ങൾ കേണൽ പദവിയിൽ നിന്നും ജനറൽ പദവിയിലേക്ക് പോകും. ഈ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ ആ ഒരു പദവിയിലേക്ക് എത്താനായിട്ട് ഈ ഒരു കേണല് ഒരു പെട്ടി നിറയെ സ്വർണ്ണക്കട്ടികൾ ഈ ഒരു സമീറിന് കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു റിച്വൽ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ സമീർ കേണലിനെയും കൊണ്ട് ഒരു റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഒരു വാതിൽ തുറന്ന് അകത്തേക്ക് കയറാനായിട്ട് പറയുന്നു. കേണൽ ഇനി ഒറ്റയ്ക്ക് വേണം പോകാനായിട്ട്. അകത്തേക്ക് കടന്നതും അലമാരിയുടെ മുകളിൽ നിന്നും ഒരു പച്ച നിറത്തിലുള്ള പാമ്പ് ഈ ഒരു കേണലിന് നേരെ എഴഞ്ഞെഴിഞ്ഞു വരികയാണ്. കുറച്ചൊന്ന് പേടിച്ച കേണലാകട്ടെ അടുത്ത മുറിയിലേക്ക് പോയി അവിടെ ഈ ഒരു പെട്ടി വെച്ചതിന് ശേഷം അവിടുത്തെ കട്ടിലേക്ക് പോയി ഇരിക്കാനായിട്ടാണ് അശരീരി പോലെ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. അത് മറ്റാരുമല്ല, ന്യായിയാണ്. ഈ പാമ്പിൻ രൂപത്തിൽ വന്നിരിക്കുന്നതും അവൾ തന്നെയാണ്. എന്തൊക്കെ ആയാലും വേണ്ടില്ല, സ്വന്തം കാര്യം നടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് കേണല് ആ ഒരു കട്ടില് പോയി ഇരിക്കാനായിട്ട് ആരംഭിച്ചതും അങ്ങോട്ടേക്ക് ന്യായി കടന്നു വരുന്നു. നേരത്തെ ആ ഒരു സ്വർണ്ണമടങ്ങുന്ന പെട്ടി സമീറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും സമീർ അത് കേണലിന് തന്നെ കൊടുത്തിട്ട് ന്യായുടെ കയ്യിൽ നേരിട്ട് ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കേണല് ഇപ്പൊ ആ സ്വർണ്ണമടങ്ങുന്ന പെട്ടി ന്യായിക്ക് കൊടുക്കുന്നു. ഇതേ സമയം തന്നെ ഒരു ചെറിയ പിഞ്ചു ബാലനെ ഇപ്പോ മോർച്ചറിക്ക് സമാനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടത്തിയിട്ട് ആ പയ്യന് സമീർ ഉടൻ തന്നെ തീർത്ത് കളയുന്നു. എന്നിട്ട് ആ ഒരു പയ്യന്റെ ചോരയാണ് ഇപ്പോൾ ഒരു ട്യൂബിലൂടെ ഇവര് നിൽക്കുന്ന ആ ഒരു റൂമിലേക്ക്, അതായത് ഈ ഒരു ന്യായിയുടെ തലയിലേക്ക്, നമ്മൾ ഈ പാലഭിഷേകമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ അവളുടെ തലയിലേക്ക് ആ ഒരു രക്തം മുഴുവൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ജയിലാണ്. അവിടെ നിന്നും ഇപ്പോൾ ഒരു തടവ് പുള്ളി ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തിന്റെ പേര് ഓട്ടോ എന്നാണ്. പുള്ളിക്കാരന്റെ മകൾ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം ഒരു ക്യാബ് ഡ്രൈവർ ഉണ്ട്, അവന്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഓട്ടോ ജയിൽ തന്നെയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ തന്റെ മകള് വിവാഹം കഴിച്ച കാര്യമൊന്നും ഓട്ടോ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല തന്റെ മകൾ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത് കണ്ട് ഓട്ടോ ആകെ വിജൃംഭിച്ച് നിൽക്കുമ്പോഴാണ് ക്യാബ് ഡ്രൈവർ ആയിട്ടുള്ള ഇബ്രാഹിം അങ്ങോട്ടേക്ക് വരുന്നത്. നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ, ഒരു ക്യാബ് ഡ്രൈവറെയാണോ നീ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോ തന്റെ മകളായിട്ടുള്ള റസിയെ വഴക്ക് പറയുകയാണ്. തന്റെ മകള് തന്നോട് പറയാണ്ട് കല്യാണം കഴിച്ചതിന്റെ പരിഭവം ഇപ്പോഴും ഓട്ടോയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. വീട്ടിലെത്തിയിട്ടും ഇതിന്റെ പേരിൽ ഓട്ടോ ചുമ്മാ പാവം ഇബ്രാഹിമിനെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടാക്സി ഡ്രൈവറാണ് എന്റെ മകളെ കെട്ടിയിരിക്കുന്നത് പറയാൻ തന്നെ നാണക്കേടാണ് എന്നൊക്കെ പറയുമ്പോൾ മകളായിട്ടുള്ള റസിയ ഉപ്പായെ ഒന്ന് തുറിച്ച് നോക്കുന്നുണ്ട്. അതിനിടയിൽ ഇവർ സംസാരിച്ച് അതൊക്കെ മറന്ന് ഇപ്പൊ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇബ്രാഹിം ആണെന്നുണ്ടെങ്കിൽ വാപ്പാന്ന് പുള്ളിക്കാരൻ, അതായത് നമ്മുടെ ഓട്ടോനൊന്ന് വിളിച്ചു പോയി, ആരടാ നിന്റെ വാപ്പ എന്നും പറഞ്ഞുകൊണ്ട് അതിൽ പിടിച്ചങ്ങോട്ട് നമ്മുടെ ഓട്ടോ പിന്നെ വഴക്കോട് വഴക്ക്, ഞാൻ നിന്റെ വാപ്പയൊന്നുമല്ല, ഇനി നീ എന്നെ മേലൽ അങ്ങനെ വിളിച്ചു പോരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഇബ്രാഹിമിനെ അടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ്. സംഭവം മറ്റൊന്നുമല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ് റസിയയുടെ ഉമ്മയെ ഒരു അജ്ഞാതം വന്നിട്ട് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഓട്ടോ അയാളെ അങ്ങോട്ട് തീർത്തു കളഞ്ഞു. അതിനെ തുടർന്നാണ് പിന്നെ ജയിലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ ഇബ്രാഹിമിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അവന്റെ ഉപ്പ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ്. അപ്പൊ ഉമ്മയാണ് വിളിച്ച് കാര്യം പറയുന്നത്. അങ്ങനെ നമ്മുടെ ഓട്ടോയുടെ അടുത്തും റസിയുടെ അടുത്തും യാത്ര പറഞ്ഞ് ഇബ്രാഹിം തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇബ്രാഹിം പോയതിന് ശേഷം നമ്മുടെ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ റസിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവന്റെ ഉപ്പയ്ക്ക് എന്ത് പറ്റിയതാ, അത്യാവശ്യം സീരിയസ് ആണ് വാപ്പ, എന്താണെന്ന് അറിയില്ല. പിന്നീട് കാണിക്കുന്നത് ഇബ്രാഹിം തന്റെ വാപ്പയുടെ അടുത്ത് നിൽക്കുന്നതാണ്. മറുവശത്ത് ഗർഭിണിയായ റസിയയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോയ്ക്ക് അപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. സംഭവം മറ്റൊന്നുമല്ല, ഒരു വലിയ ബംഗ്ലാവ് ഉണ്ട്, അവിടെ ഒരുപാട് സ്വർണ്ണമുണ്ട്, അത് നിങ്ങൾ കൈക്കലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊട്ടേഷന് നമ്മുടെ ഓട്ടോയ്ക്കും സംഘത്തിനും കിട്ടുകയാണ്. നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു വലിയ വീടില്ലേ, അവിടേക്ക് തന്നെയാണ് ഇവരിപ്പോൾ മോഷണത്തിനായിട്ട് പോകാനായിട്ട് നിൽക്കുന്നത്. ഈ ഫോൺ വിളി കണ്ടപ്പോൾ തന്നെ മകളായിട്ടുള്ള റസിയയ്ക്ക് കാര്യം മനസ്സിലായി. ഓ, വീണ്ടും നിങ്ങൾ കട്ടുമുടിക്കാനായിട്ട് പോവാണോ, ഇനിയും ജയിലിലേക്ക് പോകാനായിട്ടാണോ നിങ്ങളെ പുറപ്പാട് എന്നൊക്കെ പറഞ്ഞ് റസിയ ഇപ്പൊ ഓട്ടോയെ വഴക്ക് പറയുന്നു. നീ പേടിക്കേണ്ട മോളെ, ഈ ഒരു പണിയോട് കൂടിയിട്ട് ഞങ്ങളെല്ലാം നിർത്തും എന്നൊക്കെയാണ് ഇപ്പൊ ഓട്ടോ മകളോട് പറയുന്നത്. എന്നിട്ട് അവൻ നേരെ പോകുന്നത് അവന്റെ സംഘത്തിലുള്ള സൗദിനെ കാണാനായിട്ടാണ്. വെറും സൗദല്ല, നമ്മുടെ ജിമ്മൻ സൗദ്. ആര്യയോട് അവൻ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഓട്ടോ വരുന്നത്. ഓട്ടോയെ കണ്ടപ്പോൾ സൗദിന് ഒരുപാട് സന്തോഷമായി. ഈ ഒരു പ്രൊജക്ടിന്റെ കാര്യം കൂടി പറഞ്ഞപ്പോൾ ഇവൻ ഡബിൾ ഹാപ്പി. ഇനി ഒരാളെ കൂടി കണ്ടുപിടിക്കാനായിട്ടുണ്ട്, റസ.
ഇത് മറ്റാരുമല്ല, നമ്മുടെ ഓട്ടോയുടെ അളിയൻ തന്നെയാണ്. എന്തെങ്കിലും കുഴപ്പങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഊരി കൊടുക്കുന്നത് നമ്മുടെ ഓട്ടോ ആയിരിക്കും. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉപ്പാനെ കണ്ട ശേഷം നമ്മുടെ ഇബ്രാഹിം നേരെ പോകുന്നത് അവന്റെ തറവാട്ട് വീട്ടിലേക്കാണ്. അവിടെ പോയപ്പോൾ ഉപ്പാന്റെ റൂമിൽ നിന്ന് ഒരു പെട്ടി അവന് കിട്ടുന്നു. അതിനുള്ളിലായിട്ട് ഒരു പ്രത്യേക ഷേപ്പിലുള്ള കത്തിയും അതിനോടനുബന്ധിച്ചുള്ള ഒരു മന്ത്രം അടങ്ങിയിട്ടുള്ള ബുക്കും അവന് കിട്ടുന്നുണ്ട്. അവൻ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഒരു കുന്തവും മനസ്സിലായില്ല. കറന്റ് പോയതുകൊണ്ട് ഇബ്രാഹിം ഇപ്പോൾ ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചിട്ട് അവിടെ മൊത്തം പരിശോധിക്കാനായിട്ട് ആരംഭിച്ചു. അവന്റെ പുറകിലായിട്ട് ആരോ ഉള്ളതുപോലെ പെട്ടെന്ന് അവന് തോന്നുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു മേശയുടെ പുറത്തായിട്ട് നേരത്തെ കണ്ട ആ ഒരു കത്തി ഉണ്ടല്ലോ, അതിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അവൻ അതിൻ്റെ അടുത്തേക്ക് പോയതും അവിടെയായിട്ട് ഒരു ശവം കിടക്കുന്നത് അവൻ കാണുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ പേടിച്ച് ഇല്ലാണ്ടായിപ്പോയി. ഈ ഒരു ബുക്കും ആ ചെറിയ കത്തിയും കൊണ്ട് അവൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് നേരെ ചെന്നു. എന്നിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്കും വലിയ പിടുത്തമുണ്ടായിരുന്നില്ല. അച്ഛൻ പണ്ട് എവിടെന്നെങ്കിലൊക്കെ മൂട്ടിച്ചോണ്ട് വന്നായിരിക്കുന്നതാണ് അമ്മ പറയുന്നത്. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. അതൊരു മരണ വാർത്തയായിരുന്നു. ഇബ്രാഹിമിന്റെ ഉപ്പ മരിച്ചിരിക്കുന്നു. നമ്മുടെ ഓട്ടോയുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ഇബ്രാഹിമിന്റെ ഉപ്പ. ഈ കാര്യം ഓട്ടോയോട് പറയുമ്പോഴാണ് തന്റെ മരുമകൻ തന്റെ സുഹൃത്തിന്റെ മകനാണെന്ന് അവൻ അറിയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇബ്രാഹിമിന്റെ ഉപ്പയുടെ അടക്കിന് പോയിരിക്കുകയാണ്. അവിടെ വെച്ച് ഇബ്രാഹിമിനോട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഓട്ടോ സംസാരിക്കുന്നത്. എങ്ങനെയാണ് തന്റെ മകളെ കണ്ടുമുട്ടിയതെന്നുള്ള കാര്യമൊക്കെ ഓട്ടോ ഇപ്പോൾ ഇബ്രാഹിമിനോട് ചോദിക്കുന്നു. ചുരുക്കി പറഞ്ഞ നമ്മുടെ ഇബ്രാഹിം ഒരു കൊച്ചു കള്ളൻ തന്നെയാണ്. അവനും ഈ പണിക്കൊക്കെ പോവാറുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ റസിയയ്ക്ക് അറിയോ എന്ന് ഇപ്പോൾ ഓട്ടോ ചോദിക്കുന്നുണ്ട്. ഇല്ല, അവൾക്കൊന്നും അറിയില്ല, അവളെ ഞാൻ അറിയിച്ചിട്ടില്ല ഒന്നും പറയുമ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നാണ് ഓട്ടോ ഇപ്പോൾ പറയുന്നത്. ആ വലിയ ബംഗ്ലാവിലെ സ്വർണ്ണമോഷണത്തിനായിട്ട് ഇവർ 4 പേരും കൂടി ചേർന്നാണ് പോകാനായിട്ട് വെച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരാളുടെ കുറവുണ്ട്, അത് മരുമോൻ തന്നെ ആയിക്കോട്ടെ എന്ന് ഓട്ടോ വിചാരിക്കുന്നു. അങ്ങനെ ഇവർ 4 പേരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ആ ബംഗ്ലാവിൽ നിന്ന് ഈ ഒരു സ്വർണ്ണമൊക്കെ എടുക്കാനായിട്ട് പോകുന്നത്. ഇതൊന്നും തന്നെ നമ്മുടെ റസിയയ്ക്ക് അറിയില്ല. ജോലിയുണ്ട്, ഞാൻ നാളെ വരുള്ളൂ എന്നൊക്കെ റസിയോട് കള്ളം പറഞ്ഞ് ഇബ്രാഹിം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നേരെ പോകുന്നത് മായപ്പനായിട്ടുള്ള ഓട്ടോയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ഇവർ 4 പേരും കൂടി ചേർന്ന് ഇപ്പോൾ സ്ലോ മോഷനിൽ ആ ഒരു ബംഗ്ലാവിലേക്ക് സ്വർണം എടുക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ ഇവരെ 4 പേരെയും കാത്തിരിക്കുന്നത് ഒരു വൻ വിപത്താണെന്ന് മണ്ടന്മാർക്ക് അറിയില്ലല്ലോ. പരസ്പരം ഒറിജിനലെ പേര് വിളിക്കാൻ പാടില്ല എന്ന് ഓട്ടോ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പേര് വീതം നൽകുന്നു. മരുമകനായിട്ടുള്ള ഇബ്രാഹിമിനോട് കാറിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് ഓട്ടോ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഇവർ 3 പേരും മാത്രമാണ് ഈ ഒരു ബംഗ്ലാവിലേക്ക് പോകുന്നത്. അതായത് നമ്മുടെ ഓട്ടോയും സൗദും റിസയും. ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ടോന്ന് ഇബ്രാഹിമിനോട് ചോദിച്ചപ്പോൾ ഇബ്രാഹിം ആണെന്നുണ്ടെങ്കിൽ അവന്റെ വാപ്പാന്റെ ആ ഒരു പെട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കത്തി ഇപ്പോൾ കാറിന്റെ ഡാഷ്ബോർഡിന്റെ അടുത്തായിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ഈ 3 പേർക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് മതിൽ ചാടി കടക്കുക എന്നതാണ്. റിസ എന്ന് പറയുന്ന ഇവരുടെ അങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ചാടി കടക്കാനായിട്ട് നന്നേ പാടുപെടുന്നുണ്ട്. ഒരു വിധത്തിൽ ഓട്ടോ അയാളെ സഹായിച്ചിട്ട് ഇപ്പൊ 3 പേരും കൂടി ചേർന്നിട്ട് ഈ ഒരു ബംഗ്ലാവിലേക്ക് കയറുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ പഞ്ഞിക്കിട്ട് ഇപ്പൊ പകുതി തുറന്നിട്ടുണ്ടായിരുന്ന ഒരു ജനൽ വഴി 3 പേരും അകത്തേക്ക് കയറി. ഇനി സ്വർണത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ്. ഇവരങ്ങനെ പല വഴിക്കായിട്ട് തിരിഞ്ഞ് സ്വർണം തരാനായിട്ട് ആരംഭിച്ചു. സൗദ് ഇപ്പോ മുകളിലത്തെ നിലയിലേക്ക് കയറി പോകുമ്പോൾ അവിടെ താഴെ കിടന്നിരുന്ന ഒരു ചെയറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ താനെ ആടുന്നുണ്ട്. ഇവര് 3 പേരും അവിടെ മൊത്തം തെരഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ സ്വർണ്ണപ്പെട്ടി പോയിട്ട് ഒന്നും കിട്ടുന്നില്ല. എന്താ ഇത് കഥ? ആരെയും നോക്കിയിട്ട് കാണാനുമില്ല. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? റസയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതേ സമയം കാറിനകത്തിരിക്കുന്ന നമ്മുടെ ഇബ്രാഹിം ആണെന്നുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ടിലായിട്ട് ഇപ്പൊ ഒരു വയസ്സായിട്ടുള്ള പ്രേതം ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം അവന്റെ കഴുത്തിന് വന്നിട്ട് ആ ഒരു പ്രേതം പിടിക്കുകയാണ്. പേടിച്ചേരണ്ട നമ്മുടെ ഇബ്രാഹിം ആണെന്നുണ്ടെങ്കിൽ കാറിന് വെളിയിലേക്ക് ഇറങ്ങി. എന്താ ഇനി ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൻ അങ്ങനെ അവിടെ വീണ് കിടക്കുകയാണ്. ഇവന്റെ ആ ഒരു വാപ്പാന്റെ കത്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഇവൻ ആകെ വിശ്രമിച്ച് നിൽക്കുമ്പോൾ മറുവശത്താണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഇപ്പൊ സ്വർണം തെരഞ്ഞ് ഒരു ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയ പെയിന്റിങ് കാണുന്നുണ്ട്. ഈ ഒരു പെയിന്റിങ് വിറ്റാൽ തന്നെ ലക്ഷക്കണക്കിന് പൈസ കിട്ടും, ഞാൻ ലക്ഷപ്രഭുവായി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കള്ളും കുപ്പിയിൽ നിന്ന് കുറച്ച് സ്മോളൊക്കെ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോ. ഇതേ സമയം നമ്മുടെ സൗദ് ആണെന്നുണ്ടെങ്കിൽ ഒരു റൂമിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു കട്ടിലിനായിട്ട് ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അവനത് കണ്ട് സഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ആരാണ് ഇത്ര ക്രൂരത ചെയ്യുന്നത്? ആ പെൺകുട്ടിയെ നമ്മുടെ സൗദ് രക്ഷിക്കാനായിട്ട് വിളിച്ചുണർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സമീറാണ്. രാജാക്കന്മാർക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് സൗദിനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുമ്പോൾ സൗദ് പറയുന്നത് ഞാൻ രാജാവെന്നല്ലോ, ഞാൻ ഒരു കള്ളനാ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയാടാ സ്വർണ്ണപ്പെട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ ഇവനെ വട്ടം കറക്കുന്നുണ്ട്. മറുവശത്ത് ഇബ്രാഹിം ആകട്ടെ ഇപ്പൊ മതിൽ ചാടി കിടക്കേണ്ട മടി കൊണ്ട് ഗേറ്റിനടുത്തുണ്ടായിരുന്ന ഒരു കമ്പിൽ ഇങ്ങനെ തൊട്ടപ്പോ തന്നെ അവന്റെ കൈ പൊള്ളുന്നുണ്ട്. അവൻ ദൂരേക്ക് തെറിച്ച് വീണു. ഇപ്പോഴിതാ ഈ ഒരു വീടിന് ചുറ്റുപാട് മൊത്തം ശവങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഇബ്രാഹിമിന് ഒരു ബുദ്ധി തോന്നിയത്. വാപ്പാന്റെ ആ ഒരു പെട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു മന്ത്രത്തിന്റെ ബുക്ക് എടുത്തിട്ട് അവൻ ആ മന്ത്രങ്ങളെ കണ്ട് വായിച്ചതും ഈ പ്രേതങ്ങളൊക്കെ അവിടെ നിന്ന് പോയി. തൽക്കാലം
തൽക്കാലത്തിന് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം കാറിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അവന്റെ ഭാര്യയായിട്ടുള്ള റസിയുടെ കാര്യമൊക്കെ അപ്പൊ ഓർമ്മ വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം, പക്ഷെ ഇവന്മാര് വരണ്ടേ. ഇബ്രാഹിം കാറിന്റെ ഹോൺ ഇങ്ങനെ മുഴക്കാനായിട്ട് തുടങ്ങി. ഇബ്രാഹിമിന് കാണാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവന്റെ കാറിന്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് ശവങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വീട്ടിനകത്താണെന്നുണ്ടെങ്കിൽ സൗദും ആ ഒരു സമീറും തമ്മിൽ ഒടുക്കത്തെ ഫൈറ്റ് നടക്കുന്നു. ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ കള്ളുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വഴിയില്ലാതായപ്പോ നമ്മുടെ ഇബ്രാഹിം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ ബംഗ്ലാവിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇവരെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനായിട്ട്. ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് അവന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ഓട്ടോയുടെ അളിയനായിട്ടുള്ള റസി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെ മൊത്തം തെരഞ്ഞു നോക്കിയെങ്കിലും ഒരു തരി സ്വർണം പോലും കിട്ടിയില്ല. ആകെ വിഷമിച്ചിട്ട് അവിടുത്തെ കട്ടിലിരിക്കുമ്പോ പെട്ടെന്നുണ്ട് ഇതേ കാലിന്റെ അടുത്തേക്ക് ഒരു ബോൾ ഇങ്ങനെ തനിയെ ഉരുണ്ടു വരുന്നത്. റസി ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നിരുന്ന ഒരു പാവനോട് ഈ സ്വർണ്ണൊക്കെ എവിടെ വെച്ചിരിക്കുന്നു ചോദിക്കുമ്പോഴാണ് ഈ സംഭവം. ഈ ബോൾ ഉരുണ്ടു വന്നത് കട്ടിലടിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ കട്ടിലടിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേക്കും 2-3 കുട്ടികളുടെ പ്രേതം വന്നിട്ട് ഇവനെ പിടുത്തമിടുകയാണ്. അവിടെ നിന്ന് റസ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരു ഹാളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ 2 തോളിലായിട്ടും എന്തോ ഭാരം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പോലെയൊക്കെ നല്ല പെയിനൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, എന്ത് പറ്റി എന്റെ തോളിന് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ തോളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു കുട്ടികളുടെ പ്രേതത്തിന്റെ 2 കാലിപ്പോ ഇവന്റെ തോളത്താണ് ഇരിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ ഇബ്രാഹിം അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ഉടനെ തന്നെ ആ ഒരു ബുക്കിലുണ്ടായിരുന്ന ഒരു തൂവാല ഉപയോഗിച്ചിട്ട് റസിയുടെ തോളിൽ തട്ടുന്നതോട് കൂടിയിട്ട് ആ 2 കാലുകളും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ സൗദാണെന്നുണ്ടെങ്കിൽ സമീറിനെ തോൽപ്പിച്ച് ഓട്ടോയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ അവിടെ കള്ളൊക്കെ കുടിച്ച് ആർമാദിച്ചിരിക്കുകയായിരുന്നു. സ്വർണ്ണ വിടടാ എന്നൊക്കെ ചോദിച്ചെങ്കിലും നമ്മുടെ സമീർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. നിങ്ങൾ അധികം കളിക്കണ്ട, അവളെങ്ങാനും ഉണർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ കഴിയും, മര്യാദയ്ക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പൊക്കോ എന്നൊക്കെയാണ് സമീർ പറയുന്നത്. ഇവൻ ഇത്ര അഹങ്കാരമോ, ആര് ഉണർന്നാലടാ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, ന്യായി ഉണർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ വെടി തീരും, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ എന്ന് പറയുമ്പോൾ നീ പറയുന്ന ന്യായി എവിടെയാ, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ സമീർ ആണെന്നുണ്ടെങ്കിൽ ആകെ കുഴങ്ങിപ്പോകും. കാരണം മറ്റൊന്നല്ല, ഇവര് നടത്താനിരിക്കുന്ന ആ ഒരു റിച്വലും കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോകും. ഇപ്പോഴിതാ നമ്മുടെ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന പെയിന്റിങ്ങിന്റെ അവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. അത് ഞെക്കിയപ്പോൾ അകത്തേക്ക് കിടക്കാനുള്ള ഒരു ഡോർ അങ്ങനെ തുറന്നു വന്നു. ഇത് കണ്ടതും സമീർ ഒന്നും നോക്കാതെ ഇവരെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. ഒരു വിധത്തിലാണ് സമീറിനെ ഇവരെ കീഴ്പ്പെടുത്തുന്നത്. പക്ഷെ അപ്പോഴേക്കും സമീർ അവിടെ ഒന്നും ഓടി രക്ഷപ്പെട്ടു. അതെന്തെങ്കിലും ആവട്ടെ, ഈ ഒരു അറ തുറന്നു കിട്ടിയല്ലോ. ഇവര് 4 പേരും കൂടി ചേർന്നിട്ട് ഇപ്പോ ഈ ഒരു നിലവറയിലേക്ക് ഇറങ്ങാണ്. താഴേക്ക് ഇറങ്ങി പോകും തോറും ദുസ്സഹനീയമായിട്ടുള്ള ഒരു സ്മെല്ല് ഇങ്ങനെ ഇവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. എന്ത് ചെയ്യാനാ, സ്വർണം കിട്ടിയല്ലേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ 4 പേരും ചേർന്ന് ഇപ്പൊ അങ്ങോട്ടേക്ക് നടന്ന് പോയി ആ ഒരു ന്യായി കിടക്കുന്ന വലിയ പാത്രത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതെന്താ സംഭവം, ഈ പെണ്ണുമ്പളുടെ മുഖത്തൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എടാ നീ അതൊന്നും നോക്കണ്ട, വേഗം ഇവിടൊക്കെ തിരയാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരും കൂടി തിരയാൻ തുടങ്ങിയതും അവിടെ മൊത്തം അവളെ കിടത്തിയിരിക്കുന്ന ആ ഒരു പാത്രത്തിന് ചുറ്റുമായിട്ട് പലതരത്തിലുള്ള സ്വർണ്ണക്കട്ടികളുണ്ടായിരുന്നു, സ്വർണ്ണ നാണയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇവർ ആർത്തിയോട് കൂടിയിട്ട് ഇപ്പൊ ബാഗിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണം കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ ഓട്ടോയുടെ അളിയനായിട്ടുള്ള റിസ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിടന്ന് സൗണ്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഓട്ടോ അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്റെ പൊന്ന് ചങ്ങാതി ഒന്ന് പതുക്കെ. ഇവരെല്ലാ സ്വർണം എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ സമീർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തോ ഒരു മന്ത്രക്കടലാസ് കത്തിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഇവരവിടെ നിന്ന് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പാത്രത്തിൽ കിടന്നിരുന്ന ആ ഒരു ന്യായി അവിടെ നിന്ന് കണ്ണു തുറന്നിട്ട് എൻ്റെ സ്വർണം നിങ്ങൾ എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നേ എന്നുള്ള രീതിയിൽ അവരെ തന്നെ നോക്കുന്നുണ്ട്. ഇതിവർ 4 പേരും കണ്ടിട്ടില്ല. ഇവരങ്ങനെ തിരികെ കാറിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൗദ് വീണ്ടും പിറകോട്ട് നടക്കുകയാണ്. എന്നിട്ട് ഞാൻ നേരത്തെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പാവം പെൺകുട്ടീനെ അവന്മാർ അവിടെ ഉപദ്രവിക്കുന്നുണ്ട്, അവളെയും കൂടി രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സൗദ് പോകാൻ നിൽക്കുമ്പോൾ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയും അവൻ്റെ കൂടെ ചെല്ലുകയാണ്. പക്ഷേ ഇവർ 2 പേരും ആ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു കുട്ടിയെ അവിടെ കാണാനില്ല. ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കടാ എന്നും പറഞ്ഞിട്ട് തിരികെ പോകാനായിട്ട് നിൽക്കുമ്പോൾ സൗദ് സമ്മതിക്കുന്നില്ല. ആ പെൺകുട്ടിയെ രക്ഷിക്കണം കേട്ടോ, അത് ശരിയല്ല. ഒരുപാട് നേരമായിട്ട് ഇവന്മാര് എന്താ വരാത്തേന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റിസയെ കാർ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഇബ്രാഹിമും ഈ ബംഗ്ലാവിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഈ തക്കത്തിന് നമ്മുടെ റിസ എന്ന് പറയുന്ന അളിയൻ ചങ്ങായി ആണെന്നുണ്ടെങ്കിൽ കാർ എടുത്തിട്ട് ഒറ്റയ്ക്ക് ഈ സ്വർണ്ണം എടുത്ത് മുങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇബ്രാഹിം ആരാ മോന്, ഇബ്രാഹിം കാറിന്റെ സ്റ്റിയറിംഗ് വീൽ ഉണ്ടാവില്ലേ അതൊക്കെ ഊരിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഇബ്രാഹിം വരുന്നത് കാണാനില്ല. അങ്ങനെ റിസ വീണ്ടും ഈ ഒരു ബംഗ്ലാവിലേക്ക് കയറുകയാണ്. തെരഞ്ഞ് ഇവന്മാര് 4 പേരും ഇപ്പൊ കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവര് ഒരുമിച്ച് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് കറണ്ട് അങ്ങോട്ട് പോവാണ്. കുറച്ചടിച്ച് മുന്നോട്ട് നോക്കിയപ്പോ ദേണ്ടടാ ന്യായി അവിടെ കിടന്ന് ഡാൻസോട് ഡാൻസ്. ഇത് കണ്ട് ഇവര് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് അവളെ കാണാനില്ല.
നോക്കുമ്പോൾ അടുത്തേക്ക് എന്തോ എഴഞ്ഞു വരുന്നത് പോലെ തോന്നുന്നുണ്ട്. അതിന്റെ രൂപം കൊണ്ട്, അതായത് പാമ്പായി മാറിയിട്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഇവര് എങ്ങനെയൊക്കെയോ ഇപ്പൊ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും കരന്റും വന്നു. പക്ഷെ അവിടെ സോഫയിലായിട്ട് ഈ ഒരു ന്യായി വീണ്ടും ആ ഒരു സ്ത്രീ വേഷത്തിൽ വന്നിട്ട് ഇവർക്ക് നേരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം പിടിച്ച സൗദാണെന്നുണ്ടെങ്കിൽ ടപ്പ ടപ്പയെന്ന് പറഞ്ഞിട്ട് വെടിവെക്കുന്നു. അതോടുകൂടിയിട്ട് ന്യായി അവിടെ വീണു പോകുന്നു. പിന്നീട് നോക്കുമ്പോൾ ന്യായി വീണ്ടും മറ്റൊരു സോഫയിലിരിക്കുന്നു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഒരു എത്തും പിടിയും കിട്ടിയതില്ല നാലെണ്ണത്തിനും. പെട്ടെന്ന് തന്നെ ഈ ഒരു ന്യായി നമ്മുടെ സൗദിനടുത്തേക്ക് പാഞ്ഞെടുത്ത് സൗദിനെ പിടികൂടിയിട്ട് അവന്റെ ഉറ്റ ചങ്ങാതിമാരുടെ മുമ്പിൽ വെച്ച് തന്നെ സൗദിന്റെ തല ഈ ഒരു ന്യായി ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇത് കണ്ടതും ഇവരാകെ കണ്ട് തളർന്ന് ഇല്ലാണ്ടായി പോയി. ഇവരങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇബ്രാഹിം മാത്രം ഒറ്റയ്ക്കായി. ഓട്ടോയും അതുപോലെ തന്നെ അളിയനായിട്ടുള്ള റിസയും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഒരു അലമാരയ്ക്കകത്ത് കയറി ഒളിച്ചിട്ടുണ്ട്. ഇതേ സമയം ന്യായി ആണെന്നുണ്ടെങ്കിൽ പകുതി മനുഷ്യനും പകുതി പാമ്പുമായിട്ട് ഇപ്പൊ അവരെ തേടി ഇങ്ങനെ മണത്ത് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അടുത്തേക്ക് ഈ ഒരു ന്യായി എത്തിയതും ഓട്ടോ ഇവനോട് ശ്വാസം അടക്കി പിടിച്ച് നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിച്ചു വിറച്ച അളിയനാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്തു. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും ഇപ്പൊ ന്യായി പിടികൂടിയില്ല. ഇതേസമയം മറ്റൊരു മുറിയിലായിട്ട് നമ്മുടെ ഇബ്രാഹിമും കയറി ഒളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അലമാരയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവന്റെ തൊട്ടടുത്തായിട്ട് ഒരു ശവം വന്ന് നിൽക്കുകയാണ്. ഇവൻ അപ്പൊ തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മന്ത്രബുക്ക് എടുത്തിട്ട് പ്രാർത്ഥിച്ചു. അതോടുകൂടിയിട്ട് അത് അവിടെ നിന്നും പോയി. മറുവശത്ത് വീട്ടിലിരിക്കുന്ന നമ്മുടെ റസിയാണെന്നുണ്ടെങ്കിൽ ഒരു ദുസ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. ഇബ്രാഹിമിനെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ട്രാവൽ ഏജൻസിയിലേക്ക് വിളിച്ചിട്ട് അവൾ തിരക്കുന്നു. പക്ഷെ ഇബ്രാഹിം എങ്ങോട്ടാണ് പോയതെന്ന് ഒരു എത്തും പിടിയും അവൾക്കും കിട്ടുന്നില്ല. അങ്ങനെ ഇബ്രാഹിമിന്റെ ഡയറി അവളെടുത്ത് നോക്കുന്നുണ്ട്. അതിൽ നിന്നും എങ്ങോട്ടാണ് ഇബ്രാഹിം പോയതെന്ന് അവൾ മനസ്സിലാക്കി. അവളും ഇപ്പൊ ഒരു യൂബറൊക്കെ വിളിച്ചിട്ട് ഈ ഒരു ബംഗ്ലാവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു വലിയ ബംഗ്ലാവിലാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു ന്യായി വരുമ്പോ പല സ്ഥലത്തും പോയി ഒളിച്ചു നിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവരാൾക്കാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കടക്കാനും വയ്യ. കാരണം നേരത്തെ ഇവർ പുറത്തേക്ക് കടന്നിരുന്ന ആ ഒരു ജനലൊന്നും ഇപ്പൊ തുറക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ ഇത്തവണ ന്യായി നമ്മുടെ അളിയനായിട്ടുള്ള റിസയെ പിടിച്ചോണ്ടും പോകുന്നുണ്ട്. അതും ഒരു പാമ്പിൻ രൂപത്തില്. ഇത് കണ്ട ഓട്ടോയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനാവാതെ അവിടെ തന്നെ മറ്റൊരു പെട്ടിയിൽ ഒളിച്ചു നിന്നു. ന്യായി പോയതിനു ശേഷം നമ്മുടെ ഓട്ടോ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അപ്പോഴേക്കും സമീർ ഒരു കവചങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൈനികനെ പോലെയുള്ള കവചങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഓട്ടോക്കിട്ട് നല്ല രീതിയിലുള്ള ഒരു പണി കൊടുക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് അവനും ബോധം കെട്ട് വീഴുന്നു. ഇബ്രാഹിം ഇപ്പൊ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവനൊരു കടൽ തീരത്താണ്. അങ്ങോട്ടേക്ക് ന്യായി വന്നിട്ട് ഇവനെ ചുംബിക്കാനും ഇവനെ ഉപദ്രവിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പെട്ടെന്ന് അവൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അവിടെ ഈ ഒരു വീട്ടിലെ ആള് തന്നെയാണ് അവനുള്ളത്. തൊട്ടടുത്തായിട്ട് നേരത്തെ സൗദ് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അതിനെ ഇപ്പൊ ഇവൻ കാണുന്നുണ്ട്. മാത്രമല്ല അതിനോട് സംസാരിക്കുമ്പോൾ അതൊരു പെൺകുട്ടിയല്ല, അതൊരു ബാലനാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇതേ സമയം സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു മോർച്ചറിക്ക് സമാനമായിട്ടുള്ള ഒരു തിണ്ടിലൊക്കെ അവരെ കിടത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഓട്ടോയും ഉണ്ട്, അവിടെ തന്നെ റിസയും ഉണ്ട്. ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാന്നൊക്കെ ഓട്ടോയും ഇപ്പൊ കരഞ്ഞ് കാല് പിടിച്ചിട്ട് ന്യായിയോട് പറയുന്നു. മറുവശത്ത് ഇബ്രാഹിം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പയ്യനെയും എടുത്തുകൊണ്ട് ഇപ്പൊ ഒരു നിലവറയിലേക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വലിയ പാത്രത്തിൽ ന്യായി കിടന്നിരുന്നല്ലോ, ആ പാത്രത്തിൽ ഈ ഒരു പയ്യനെ അവൻ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെയായിട്ട് ഒരു ചെറിയ ഇരിപ്പിടം കാണുന്നത്. അത് മൂടിയിട്ടിരിക്കുകയായിരുന്നു. അതെടുത്ത് മാറ്റിയപ്പോൾ അതിലൊരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. ആ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ അപ്പോൾ ഇബ്രാഹിമിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ന്യായിക്ക് ജീവിക്കാനായിട്ട് എന്റെ രക്തം ആവശ്യമാണ്, അതുകൊണ്ടാണ് എന്നെ ഇവിടെ പിടിച്ചു കെട്ടിയിരിക്കുന്നത്. മറുവശത്ത് ഓട്ടോയും റിസയും ഉപദ്രവിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ന്യായും അതുപോലെ തന്നെ ശിങ്കിടിയായിട്ടുള്ള നമ്മുടെ സമീറും. സമീർ അപ്പം തന്നെ റിസയെ തീർത്ത് കളയുന്നു. ആ ഒരു രക്തം മുഴുവൻ ഇപ്പൊ പൈപ്പിലൂടെ ഒഴുകിയെത്തുന്നത് ഈ ഒരു റൂമിലേക്കാണ്. വൃദ്ധയായിട്ടുള്ള ആ ഒരു സ്ത്രീ നമ്മുടെ ഇബ്രാഹിമിനോട് അവിടെ കണ്ടിരുന്ന ഒരു ലിവർ വലിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. മറുവശത്ത് ഓട്ടോയാകട്ടെ ഈ ഒരു ന്യായിക്ക് നേരെ വെടിവെച്ച് റിസയും അവിടെ തീർത്ത് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇബ്രാഹിം ആ ഒരു ലിവർ വലിച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ ആ ഒരു രക്തം മുഴുവൻ ഈ ഒരു പയ്യന്റെ ദേഹത്തേക്ക് ആവുകയാണ്. നമ്മുടെ സിനിമയുടെ തുടക്കത്തില് ന്യായിയുടെ ദേഹത്തേക്ക് ഈ ഒരു രക്തം വീണില്ലേ, അതുപോലെ തന്നെ വെടിയേറ്റെങ്കിലും ന്യായിക്ക് ഒരു ചുക്കും ഏറ്റിട്ടുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും ഓട്ടോയെ പിന്തുടർന്നു വന്ന് രണ്ടുപേരും തമ്മിൽ ഒടുക്കത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വാളും എടുത്തിട്ട് ന്യായിയുടെ തല അങ്ങട് ഓട്ടോ എടുത്തു കളയുന്നു. അതൊട്ടും തന്നെ ന്യായി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓട്ടോ ആകെ തളർന്നിരിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് അവന്റെ മരിച്ചുപോയ ഭാര്യ വരികയാണ്. ഓട്ടോയ്ക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ ആ ഒരു സന്തോഷം അധികം നീണ്ടുന്നില്ല. അത് യഥാർത്ഥത്തിൽ ന്യായിയായിരുന്നു. ഈ സമയം ബംഗ്ലാവിന് പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ റസി ആ ഒരു യൂബറൊക്കെ എടുത്ത് അവിടെ വന്ന് ഇപ്പൊ യൂബറുകാരനോട് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. പക്ഷെ ഈ ഒരു കാർ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ വീടിന് ചുറ്റുപാടും ഈ ഒരു പ്രേതങ്ങളെ കണ്ടതോടുകൂടി കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഇബ്രാഹിമും ആ ഒരു വൃദ്ധയും നോക്കി നിൽക്കി ആ ഒരു പാത്രത്തിൽ കിടന്നിരുന്ന നമ്മുടെ ഈ പയ്യനുണ്ടായിരുന്നല്ലോ, ആ പയ്യന്റെ മുഖത്തേക്കൊക്കെ രക്തം വീണിട്ടുണ്ടായിരുന്നല്ലോ,
അവനിപ്പോ ഒരു അറയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അതും ഒരു പ്രത്യേക രീതിയിൽ. എന്താ പറയാ, ചെകുത്താനാണോ അതോ പ്രേതാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വികൃതമായിട്ടുള്ള രൂപത്തിൽ. ഇതേസമയം റസിയും അങ്ങോട്ടേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ന്യായിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. സത്യമാണോന്നും നമുക്കറിയില്ല, നീ എന്റെ മകനാണ്. ഇത് കേട്ടതും ആ ഒരു ക്രീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ന്യായിയുടെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ആ ഒരു സോള് എനിക്കിതാ, അതായത് അവളുടെ ആത്മാവിനും എനിക്കിതാ എന്ന് പറയുകയാണ്. നമ്മള് ദിനോസറുകളിൽ ചെകിൾ അങ്ങനെ പൊങ്ങുന്ന ഒരു ഡിനോസർ അല്ലേ, അതുപോലെ ഈ ഒരു ക്രീച്ചറിന് ഇപ്പൊ പൊങ്ങുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് റസിയ വരുന്നത്. റസിയും കൂട്ടിയിട്ട് ഇബ്രാഹിം അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ ഈ ഒരു ക്രീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പകരം അവിടെ തന്നെ നിന്നുകൊണ്ട് വല്ല മോണാക്ട് ഒക്കെ കാണിക്കൂലേ, അതുപോലെ കാണിച്ച് ഇപ്പൊ മരിച്ചു കിടക്കുന്ന ഓട്ടോയുടെ ശരീരത്തിലേക്ക് കയറുകയാണ്. അതോട് കൂടിയിട്ട് റസിയുടെ മനസ്സ് മാറുന്നു. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനല്ലേ, അച്ഛനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇബ്രാഹിമിന്റെ കൂടെ ഈ ഒരു ബംഗ്ലാവിലേക്ക് തന്നെ കയറി നിൽക്കുമ്പോഴാണ് പിന്നീട് അവർക്ക് മനസ്സിലാവുന്നത് അത് അച്ഛനല്ല, ആ ഒരു ക്രീച്ചറിന്റെ പണിയാണെന്ന്. പക്ഷേ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. തന്റെ മകളാണ് തന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നതെന്ന് ഓട്ടോയ്ക്ക് മനസ്സിലാവുകയും പിന്നീട് ഓട്ടോ ഒന്നും തന്നെ നമ്മുടെ റസിയെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ആ ഒരു ക്രീച്ചർ സമീർ ഉണ്ടല്ലോ, സമീറിന്റെ ദേഹത്തേക്ക് കയറിയിട്ട് അവരെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവരൊരു റൂമിൽ കയറി കഥകടച്ചു. പക്ഷെ അപ്പോഴേക്കും റസിയയ്ക്ക് പ്രസവവേദന വരികയും അവളിപ്പോ പ്രസവിക്കാനായിട്ട് പോവുകയും ചെയ്യുകയാണ്. റസിയയ്ക്ക് വേണ്ട എല്ലാവിധ ഹെൽപ്പുകളും നമ്മുടെ ഇബ്രാഹിം ചെയ്തു കൊടുത്തു. കുഞ്ഞങ്ങനെ പുറത്തേക്ക് വന്നു. അടുത്ത നിമിഷം ആ ഒരു ക്രീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു കുഞ്ഞിനെ അങ്ങ് വിഴുങ്ങിക്കളയുകയാണ്. പക്ഷെ ക്രീച്ചർ തെറ്റിപ്പോയി. ഉൽക്കയൊക്കെ പൊട്ടിത്തെറിക്കില്ലേ, അതുപോലെ ഈ ഒരു ക്രീച്ചർ പൊട്ടിത്തെറിക്കുകയും ഈ ഒരു കുഞ്ഞ് പുറത്തേക്ക് തന്നെ വരികയും ചെയ്യുകയാണ്. കുഞ്ഞിനിപ്പോ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഇബ്രാഹിമും റസിയും കൂടി അവിടെ നിന്നും രക്ഷപ്പെട്ട് കുഞ്ഞിനെയും കൊണ്ട് കാറിൽ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇവരെ ഈ ഒരു സ്വർണം മോഷ്ടിക്കാനായിട്ട് ബംഗ്ലാവിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ ഈ ഒരു ബംഗ്ലാവിലേക്ക് വരുന്നതാണ്. അവന്റെ കഥ കഴിഞ്ഞത് തന്നെ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ന്യായിയെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഒരു ചിരിയും പാസ്സാക്കുന്നു. ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.